ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ആസാം വളയും സിലോപ്പിയും. ഈ മീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, നമ്മൾ കുളത്തിലൊക്കെ വളർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു മീനാണ് അല്ലേ. അപ്പോൾ ഇതിന് ആസാം വളയ്ക്ക് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ആസാം വള എന്നാണ് പറയുന്നത്. പിന്നെ സിലോപ്പിയ എന്ന് ഒരു കരിമീൻ പോലെ ഇരിക്കുന്ന മീൻ എല്ലായിടങ്ങളിലും ഞാൻ സിലോപ്പിയ എന്ന് തന്നെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തായിട്ട് ഒരു ഇതുപോലെ വളർത്തുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. ആസാം വള എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ള മീനായിരുന്നു. സിലോപ്പി പക്ഷേ ചെറുതായിരുന്നു. അപ്പോൾ കഴുകാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ കുളത്തിലൊക്കെ ഇങ്ങനെ വളർത്തുന്ന മീൻ നല്ല വഴുവഴുപ്പായിരിക്കും സാധാരണ മീനിനെയൊക്കെ കാട്ടിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചാമ്പലൊക്കെ ഇട്ട് കഴുകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചതിൻ്റെ മുള്ളും അതൊന്നും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, കയ്യിലിങ്ങനെ നിൽക്കില്ല. അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അടുക്കളയുടെ ഒരു വശത്തിരുന്ന് ഒരു ചാക്കൊക്കെ വിരിച്ചിട്ടാണ് ഞാനിരുന്ന് ചെയ്യുന്നത്. വേസ്റ്റൊക്കെ പാത്രത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് കളയാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ സിലോപ്പിയ കഴുകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം അത്ര വലിയ മീനും അല്ലായിരുന്നു. മാത്രമല്ല ചാരം ഇങ്ങനെ പുറത്തിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വഴുവഴുപ്പ് അധികം ഇല്ലായിരുന്നു. അപ്പോൾ കത്തിക്ക് ഇങ്ങനെ ചെതുമ്പൽ ഇളക്കാനൊക്കെ പാടില്ലായിരുന്നു. പക്ഷേ ഈ ആസാം വള എന്ന് പറയുന്ന മീൻ അത്ര ചെറുതല്ല, വലിപ്പം ഉള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു കത്രിക, ഒരു ബ്ലൂ കളറിൽ കാണുന്നില്ല കത്രിക, ഇതാദ്യം അതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത സമയത്ത് ഒടിഞ്ഞു പോയതാണ്. പിന്നെ വേറൊരു കത്തിയും കത്രികയൊക്കെ കൊണ്ടാണ് ഞാൻ ബാക്കി മീനൊക്കെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംശയവും ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. സാധാരണ പൂച്ചയല്ലേ മീൻ കഴിയുന്നിടത്ത് ഇതുപോലെ തേരെ പാരെ നടക്കുന്നത്. ഇത് മോളാണ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ ഇരുന്ന് മീൻ കഴിയുന്നത് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവൾക്ക് നൂറുകൂട്ടം സംശയമാണ്, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്ത് മീനാണ്, എന്തിനാണ് കത്രിക ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ നടക്കുകയാണ്. അപ്പോൾ ഏകദേശം മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാനാണ് ഭയങ്കര പാട്. ആദ്യത്തെ കത്രിക ഒടിഞ്ഞതും ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു. പിന്നെ മീനൊക്കെ ഒന്ന് കഴുകി, ഇനി ഈ ഒരു ചാമ്പലൊക്കെ കഴുകി മാറ്റിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പം വീഡിയോ ആരെങ്കിലും പുതിയതായിട്ടൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മറക്കാതെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം മീൻ ഏകദേശം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുന്നൊരു സമയം, ഉച്ച 3-3:30 തുടങ്ങിയ ജോലിയാണ്. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു ഇത് ഇത്രയൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ആസാം വളയാണ് കൂടുതൽ ജോലി ഉണ്ടായിരുന്നത്, കാരണം നല്ല കട്ടിയുള്ള മുള്ളായിരുന്നു. അപ്പോൾ അത് കഴുകി എടുക്കാനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിരുന്നു നല്ല ബുദ്ധിമുട്ട്. അപ്പം 3 ചെറിയ സിലോപ്പി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത് ഇന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വകഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ തേച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴുകിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് കുളിക്കാൻ പോയിരുന്നു. കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമാണ് ബാക്കി വറുക്കുന്നത്. അപ്പോൾ ഒരു 8-8:30 ആയ സമയത്ത് ഞാൻ വറുത്തെടുത്തു ബാക്കി. അപ്പം എന്നത്തെയും പോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് രാവിലെ ഉണ്ടാക്കിയ പുട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും കട്ടൻ ചായയും ചൂട് മീൻ വറുത്തതും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. മാത്രമല്ല പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ചൂട് മീനൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക്